അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നെഞ്ചിടിപ്പ് കൂട്ടുന്ന വലിയ ഒരു സമ്മർദ്ദവുമായിട്ടാണ് ഇപ്പോൾ ഇറാൻ കടന്നു വന്നിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് ന്യൂക്ലിയർ ടോക്സ് ആണ്, അതായത് ആണവ എനർജിയുമായി ബന്ധപ്പെട്ട ചർച്ച. രണ്ടാമത്തേത് ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പോൾ ഇറാൻ ഒരു റെഡ് ലൈൻ വെച്ചിരിക്കുകയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് നോ ന്യൂക്ലിയർ ഓർ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ടോക്സ് അൻഡിൽ വാർ എൻഡ്സ്. യുദ്ധം അവസാനിക്കുന്നത് വരെ ഒരിക്കലും ന്യൂക്ലിയർ ടോക്സ് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചക്കും ഇറാൻ തയ്യാറല്ല എന്നാണ്. ഇറാൻ ഹാസ് ടോൾഡ് മോഡറേറ്റേഴ്സ് it will not negotiate its nuclear program or the Strait of Hormuz until the war fully ends. ഈ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുന്നതുവരെ ഒന്നാമത് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇനി യുദ്ധം ചെയ്യുകയില്ല എന്ന ഗ്യാരണ്ടി വേണമെന്നാണ്. രണ്ടാമത്തെ കാര്യം ഇറാനെതിരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കണമെന്നാണ്. ഈ ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചാൽ മാത്രമേ, അതായത് സെക്യൂരിറ്റി, ഇനി യുദ്ധം ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ്, യുദ്ധം അവസാനിപ്പിക്കുക, അതോടൊപ്പം ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം, ഇത് രണ്ടും പിൻവലിച്ചതിന് ശേഷം ആയിരിക്കണം വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിയർ ടോക്ക്, അതുപോലെ തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ്. മാത്രമല്ല ഏറ്റവും അവസാനമായിട്ടാണ് ന്യൂക്ലിയർ ടോക്സിന് ഇറാൻ വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് അമേരിക്ക പിൻവാങ്ങിയാൽ, അതായത് ഇറാന് ഈ ന്യൂക്ലിയർ ചർച്ചകളിലേക്ക് കൊണ്ടുവന്ന ഈ ന്യൂക്ലിയർ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സമ്മർദ്ദം ചെലുത്തുക എന്ന കാര്യത്തിലേക്ക് കടക്കണമെങ്കിൽ അമേരിക്ക രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ഉപരോധം പൂർണ്ണമായും നീക്കിക്കളയണം. രണ്ടാമത്തേത്, യുദ്ധം ഉണ്ടാവുകയില്ല എന്ന ഗ്യാരണ്ടി വേണം. ഈ രണ്ട് ഗ്യാരണ്ടികളും വെച്ചാൽ യഥാർത്ഥത്തിൽ യുദ്ധം എന്തിന് തുടങ്ങി, എന്തിനാണ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചത് എന്ന പ്രസക്തമായ ചോദ്യമാണ് ഉയരാൻ പോകുന്നത്. കാരണം യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം ചർച്ച ചെയ്യാമായിരുന്നു. അവിടെ ഈ ന്യൂക്ലിയർ വിഷയത്തിൽ ഇറാനുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇറാൻ വെക്കുന്ന ഒരു ഉപാധികളും അംഗീകരിക്കാതെ തന്നെ ഇത് നേടിയെടുക്കാമെന്ന വ്യാമോഹത്തോടുകൂടെ ഇസ്രയേലും അമേരിക്കയും ചാടി വീഴുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ആദ്യമായി അംഗീകരിച്ചു കൊടുക്കുന്നത് ഇനി യുദ്ധം ഉണ്ടാവുകയില്ല എന്ന ഗ്യാരണ്ടിയാണ്. രണ്ടാമത്തേത് ഉപരോധം പിൻവലിക്കുകയാണ്. ഈ ഗ്യാരണ്ടി യഥാർത്ഥത്തിൽ ഈ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇറാന് ഉണ്ടായിരുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു ഗ്യാരണ്ടിയിലേക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ അത് ഇറാന് വലിയൊരു നേട്ടം ഉണ്ടാക്കിയെന്നാണ്. എന്നാൽ ഈ ഒരു ഗ്യാരണ്ടി ഇറാൻ ഒരിക്കലും തന്നെ ഇറാനിൽ മാത്രം ചുരുക്കിയില്ല, അത് ലെബനാന്റെയും അതുപോലെ ഇറാന്റെ പ്രോക്സികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ നീക്കം നടത്തുക. എന്തായിരുന്നാലും ഇത് അംഗീകരിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പരാജയം സമ്മതിച്ചുകൊണ്ട് ചർച്ചയിലേക്ക് കടക്കുക എന്നതാണ്. അതോടൊപ്പം അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവരുടെ മിസൈൽ സംവിധാനങ്ങളിൽ പരിധി നിശ്ചയിക്കുക, പ്രോക്സികൾക്ക് സഹായം നൽകുന്നത് നിർത്തലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇറാൻ ഇപ്പോൾ നിലവിൽ സംസാരിച്ചിട്ടില്ല, ഈ ചർച്ചകളിൽ ഒന്നും പരാമർശിച്ചിട്ടില്ല. അതേസമയത്ത് ന്യൂക്ലിയർ ടോക്ക്, അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട വിഷയം, ഇതാണ് ഏറ്റവും അടിസ്ഥാന വിഷയം. എന്നാൽ ഈ വിഷയം പരിഹരിക്കുന്നതിനെ പരമാവധി ഇറാൻ പിന്തിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചർച്ചകളെയെല്ലാം ആദ്യം ഇറാന് ആവശ്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് അത് സമ്മതിച്ച് അതിൽ ഒപ്പുവെച്ചതിന് ശേഷം മാത്രം പ്രധാനപ്പെട്ട ചർച്ചകളിലേക്ക് കടക്കാനാണ്. ഈ കാര്യങ്ങൾ അംഗീകരിച്ചാൽ തന്നെ ഇറാന് യഥാർത്ഥത്തിൽ വലിയൊരു വിജയമാണത്. എന്നാൽ ഇനി ഒരു ടോക്ക് നടക്കുകയാണെങ്കിൽ തന്നെ ഈ ന്യൂക്ലിയർ ടോക്കും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കും ഉണ്ടാകും. ഇതിൽ ഒരു ബാലൻസ് തീർച്ചയായും ഇറാൻ ചർച്ചകളിൽ മുന്നോട്ട് വെക്കും. അതായത് അവർക്ക് ഇപ്പോൾ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നം അനാവശ്യമായ ഇസ്രയേലിന്റെ യുദ്ധങ്ങളാണ്, വ്യക്തികളെ കൊല്ലുന്ന ഒരു വിഷയമാണ്. ഇതിനെല്ലാം അവർ ഈ ഒരു കരാറിലൂടെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കും. അതിനുശേഷം അവർ ഹോർമുസ് കടലിടുക്ക് അതുപോലെ തന്നെ ന്യൂക്ലിയർ, ഈ രണ്ട് കാര്യങ്ങൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കിടക്കുകയായിരുന്നു. ഇതിനിപ്പോൾ ഈ രണ്ട് കാര്യം വെച്ചുകൊണ്ടായിരിക്കും ചർച്ച നടക്കുക. എവിടെയെങ്കിലും ഇറാന് ഇളവ് നൽകിയാൽ തന്നെ ഈ യുദ്ധം കൊണ്ട് ഇറാൻ നേടിയെടുത്തു. യുദ്ധത്തിൽ പ്രതിരോധിക്കുക മാത്രമല്ല, പിടിച്ചു നിൽക്കുക മാത്രമല്ല, അവരുടെ ലക്ഷ്യം നേടിയെടുത്തു എന്ന് വരാം. ഒരുപക്ഷെ ന്യൂക്ലിയർ പ്രോഗ്രാം അവർ നിർത്തിവെക്കുന്നു, ഹോർമുസ് കടലിടുക്കിൽ ടോൾ അവർ പിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത് ഇറാന് നേട്ടമുണ്ടാക്കാൻ സാധിക്കും. കടലിടുക്ക് തുറക്കുന്നു, ന്യൂക്ലിയർ പ്രോഗ്രാം അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇത് ഇറാന് വലിയ നേട്ടമായിരിക്കും. മാത്രമല്ല ഇനി ഏതൊരു കരാറും മുന്നോട്ട് വരുമ്പോൾ മുമ്പ് ഉണ്ടായിരുന്ന ഉപരോധങ്ങളെല്ലാം നീക്കാൻ ആ ചർച്ചയിൽ തീർച്ചയായും പരാമർശങ്ങൾ ഉണ്ടാകും. ഈ കാര്യങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഇറാന് പൂർണ്ണമായും വിജയം നൽകുന്നതാണ്.
എവിടെ ചവിട്ടിയാലും അമേരിക്കക്ക് നഷ്ടമാണ് എന്നതിൽ സംശയമില്ല. ഈ ടോക്കിന്റെ യഥാർത്ഥ വിഷയത്തിലേക്ക് പോകാൻ ആദ്യം ഈ ഗ്യാരണ്ടി നൽകുക എന്നത് അത് ഇറാൻ വിജയമാണ്. അമേരിക്കക്ക് അതിൽ ഒരു നേട്ടവുമില്ല. ഇനി അങ്ങനെ ചെയ്ത് രണ്ടാമത്തെ ചർച്ചയിലേക്ക് പോകുമ്പോഴും തുറന്നു കിടന്നിരുന്ന ഹോർമുസ് കടലിൽ വെച്ചിട്ടാണ് ഇനി അവർ ന്യൂക്ലിയർ ടോക്കിൽ അവർ വിലപേശാൻ പോകുന്നത്. അതിൽ ഏത് തീരുമാനമെടുക്കുമ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായിരിക്കും. ഈ യുദ്ധത്തിൽ ഇറാന് അമേരിക്കയും ഇസ്രയേലും നൽകിയ വലിയൊരു സമ്മാനമായി ഈ കാര്യങ്ങളെ ഇറാൻ ഒരു പക്ഷേ പറയാൻ സാധിക്കും.